രാവിലെ തന്നെ വളരെ വിഷമകരമായ ഒരു വാർത്തയിലേക്കാണ്. കുവൈറ്റിലുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഭാരതീയൻ കൊല്ലപ്പെട്ടു. വൈദ്യുതി ശുദ്ധജല പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. മരിച്ചയാളുടെ വിവരങ്ങൾ ലഭ്യമല്ല. വിവരങ്ങൾ ഷിൻസ് സെബാസ്റ്റ്യൻ നൽകും. ഷിൻസ്, രാവിലെ തന്നെ വളരെ ദാരുണമായൊരു വാർത്തയാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അനഘ, തീർച്ചയായും ഭാരതീയരെ സംബന്ധിച്ച് ഏറ്റവും ഒരു വിഷമകരമായ വാർത്തയാണ് ഇപ്പോൾ കുവൈറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കുവൈറ്റിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരു ഭാരതീയൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വൈദ്യുത ശുദ്ധജല പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെട്ടതായി കുവൈറ്റ് വൈദ്യുതജല മന്ത്രാലയം അറിയിച്ചത്. ഇന്ന് പുലർച്ചെ എക്സിലൂടെയാണ് മന്ത്രാലയം ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ആക്രമണത്തിൽ പ്ലാന്റിൽ ഒരു സർവീസ് കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കുവൈറ്റ് നേരെ ശക്തമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുവരെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 14 ബാലിസ്റ്റിക് മിസൈലുകളും 12 ഡ്രോണുകളും കുവൈറ്റിനെ ലക്ഷ്യമാക്കി വന്നിരുന്നു. അവയെ പ്രതിരോധിക്കാൻ കുവൈറ്റിനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതായി 10 സായുധ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കുവൈറ്റിന്റെ ഭാഗത്ത് ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും വിവരങ്ങൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കണമെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സമയത്ത് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കുവൈറ്റിന് വന്നിരിക്കുകയാണ്. ഒരു ഭാരതീയൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മരിച്ചയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂർ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനഘ.